ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പം. എങ്ങനെ നമുക്ക് നല്ല പാലപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ഞാനിപ്പോൾ ഇഡ്ലി റൈസാണ് എടുക്കുന്നത്. നമുക്ക് ഈ റൈസ് ഒന്ന് കുതിർത്ത് വയ്ക്കാം. ഇതൊരു അരക്കപ്പാണ്. അരക്കപ്പിൻ്റെ ഞാനൊരു 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ലി റൈസാണ്. ഇഡ്ലി റൈസിലാണ് ഞാൻ പാലപ്പം ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിയും എടുക്കാം. പക്ഷെ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടിയിട്ടുള്ളത് ഈ ഇഡ്ലി റൈസിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇഡ്ലി റൈസ് എടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് വെള്ളമൊഴിച്ച് ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. അരി നല്ലവണ്ണം കഴുകി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 5 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. നമ്മുടെ അരി 5 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊരു 1/4 മുറിയോളം തേങ്ങയുണ്ട്. നമുക്ക് ഈ തേങ്ങ കൂടെ ഈ അരിയിലേക്ക് ഇട്ടുകൊടുത്ത് അരച്ചെടുക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരി അരച്ചെടുത്തു. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കയ്യിൽ മാവെടുത്ത് നമുക്കിതിനൊന്ന് കപ്പി കാച്ചിയെടുക്കണം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് കപ്പി കാച്ചിയെടുക്കാം. സ്റ്റൗവിന്റെ തിരി ഏറ്റവും കുറഞ്ഞ പൊസിഷനിലായിരിക്കണം. കട്ട കെട്ടി പോവരുത്. നല്ല സ്മൂത്തായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇതിന്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇനി ഈ അരച്ചെടുത്ത മാവിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന കപ്പി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കിത് മാവിലേക്ക് നേരിട്ട് മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതാവുമ്പോൾ കട്ടിയ പോലെ കിടക്കുകയോ അങ്ങനെയൊന്നുമില്ല. നല്ലോണം മിക്സായി നമുക്ക് കിട്ടും. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി നമുക്ക് മാവിലേക്ക് ഇടാനുള്ളത് ഉപ്പും ഈസ്റ്റുമാണ്. ഈസ്റ്റ് ഇപ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അടുത്തുള്ളത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് ഇത് നേരിട്ടിട്ട് മാവിലേക്ക് ഇട്ടാൽ മതി. നിങ്ങളുടെ അടുത്തുള്ളത് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊരു ബൗൾ എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ട് ഈ ബൗളിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് അത് പൊങ്ങാൻ വെക്കുക. ഇങ്ങനെയാണ് ഡ്രൈ ഈസ്റ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് നേരിട്ട് തന്നെ മാവിലേക്ക് ഇട്ടാൽ മതി. അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു വലിയ സ്പൂൺ പഞ്ചസാരയാണ്.
ഇത്രയും ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇത് ഒരു 8 മണിക്കൂർ പൊങ്ങാൻ വെക്കാം നമുക്ക്.